പിണറായി ഗവൺമെന്റ് വരുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള സമീപനം അത് വേണം. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതുണ്ട്. കേരളത്തിൽ അതില്ലാതിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാകും എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് 2000-ലധികം വരുന്ന ഏക്കർ ഭൂമി അത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് സാർ. അത് മനസ്സിലാക്കണ്ടേ? ഇവിടെ പ്രതിപക്ഷവും പ്രതിപക്ഷ ഉപനേതാവും ദേശീയപാതയുടെ ക്രെഡിറ്റ് മുഴുവനായി BJP-ക്ക് കൊടുക്കുകയാണ്. എന്ത് നാണം കെട്ട രാഷ്ട്രീയമാണ് സാർ ഇവിടെ ഇവർ കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിൽ BJP വരാത്തതിന്റെ വേദന പ്രതിപക്ഷ നേതാവും ഉപനേതാവും പ്രകടിപ്പിക്കുകയല്ലേ സാർ ചെയ്യുന്നത്? ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിക്കുകയാണ് സാർ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ദേശീയപാത അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, UDF ഭരണകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കേരളത്തിന്റെ ദേശീയപാത വികസനമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് വേണ്ട എന്ന് കേന്ദ്രത്തെ അറിയിച്ച രാഷ്ട്രീയ ആ സമയത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സാർ. അവിടെ നിന്നാണ് പിണറായി ഗവൺമെന്റ് വരുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള സമീപനം അത് വേണം. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതുണ്ട്. കേരളത്തിൽ അതില്ലാതിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാകും എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് 2000-ലധികം വരുന്ന ഏക്കർ ഭൂമി അത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് സാർ. അത് മനസ്സിലാക്കണ്ടേ? ഇവിടെ പ്രതിപക്ഷവും പ്രതിപക്ഷ ഉപനേതാവും ദേശീയപാതയുടെ ക്രെഡിറ്റ് മുഴുവനായി BJP-ക്ക് കൊടുക്കുകയാണ്. എന്ത് നാണം കെട്ട രാഷ്ട്രീയമാണ് സാർ ഇവിടെ ഇവർ കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിൽ BJP വരാത്തതിന്റെ വേദന പ്രതിപക്ഷ നേതാവും ഉപനേതാവും പ്രകടിപ്പിക്കുകയല്ലേ സാർ ചെയ്യുന്നത്? സാർ, ഇവിടെ മുടങ്ങിക്കിടന്ന പവർ ഗ്രിഡ് അടക്കമുള്ള കാര്യങ്ങൾ, മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നടപ്പാക്കിയത് എന്ന് ജനങ്ങൾ തിരിച്ചറിയാണ് സാർ. അദ്ദേഹം പറയുകയാണ് സുരക്ഷിതമായ സീറ്റ് സ്പീക്കർക്കുണ്ട് എന്നാണ്. തലശ്ശേരി മണ്ഡലം സുരക്ഷിതമായ സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, ഞാൻ പറയുന്നു LDF ഭാഗത്തിരിക്കുന്ന 99 പ്രതിനിധികളുടെയും സീറ്റുകൾ സുരക്ഷിതമാണ് സാർ. നിങ്ങൾ നിങ്ങളുടെ സീറ്റ് സുരക്ഷിതമാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഈ ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ വിശ്വാസം അതാണ് സാർ. നിങ്ങളാണ് തിരിച്ചു വരേണ്ടത്. ഭരണ തുടർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. കാരണം ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയമായും പൂർത്തീകരിക്കും സാർ. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമല്ലേ സാർ ഇടതുപക്ഷത്തിന് കിട്ടിയത്? എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മേൽക്കൈ കിട്ടിയില്ല സാർ. ഞങ്ങള് അടുത്ത 1.5 വർഷക്കാലം കൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ കൂടി പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വിശ്വാസം കൂടുതലുണ്ടാവും സാർ. ഈ കേരളം നേരിട്ട പ്രളയമടക്കമുള്ള കോവിഡ് അടക്കമുള്ള വെള്ളപ്പൊക്കമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന സർക്കാരാണ് സാർ ഈ കേരളം ഭരിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ഏറ്റവും ഉറപ്പെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും. അതിലൊരു സംശയവും ആർക്കും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സീറ്റ് സുരക്ഷിതമാക്കിയാൽ മതി. ആ 40 കൂടി ഒലിച്ചു പോകാതെ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാർ. പ്രതിപക്ഷ നേതാവും രാവിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കണ്ടു. കേരളം ഇടതുപക്ഷം ഭരിച്ച കാലയളവിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു സാർ. ആ കുറച്ച് കാലയളവ് വെച്ചുകൊണ്ട് ഈ കേരളത്തെ കേരളമാക്കി മാറ്റുന്ന നയസമീപനങ്ങൾ സ്വീകരിച്ച ഗവൺമെന്റ് അല്ലേ സാർ ഇടതുപക്ഷ ഗവൺമെന്റുകൾ? സാർ നോക്കിയേ, ഭൂപരിഷ്കരണ നിയമമായാലും സമഗ്ര വിദ്യാഭ്യാസ നിയമമായാലും സാക്ഷരതാ പ്രസ്ഥാനമായാലും കുടുംബശ്രീ ആയാലും ജനകീയാസൂത്രണ പ്രസ്ഥാനമായാലും നവകേരള കർമ്മ പദ്ധതികളായാലും ഇപ്പൊ കിഫ്ബിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനങ്ങളായാലും 2025 നവംബർ മാസം 1-ാം തീയതി നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും ഇടതുപക്ഷ സർക്കാരുകളുടെ അടയാളങ്ങളാണ് സാർ ഈ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് UDF-ന് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം സൂചിപ്പിച്ചല്ലോ, UDF-ന്റെ കാലത്ത് നേട്ടങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ സാർ? കേരളത്തിന്റെ ദിശ, കൃത്യമായിട്ടുള്ള വികസനത്തിന്റെ ദിശാബോധവും കൃത്യമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തിന്റെ ദിശാബോധവും അടയാളപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റുകളാണ് സാർ ഇടതുപക്ഷ സർക്കാരുകളെന്ന് വളരെ അഭിമാനപരിചയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സാർ. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ആള് BJP-യുടെ പ്രസിഡന്റായി സാർ. ഇതില് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല സാർ. രാജീവ് ചന്ദ്രശേഖരനല്ല, ഇനി നരേന്ദ്രമോദി വന്ന് കേരളത്തിൽ പ്രധാനമന്ത്രി BJP-യുടെ നേതാവാകാൻ വേണ്ടി വന്നാലും പ്രസിഡന്റ് ആവാൻ വേണ്ടി വന്നാലും ഞങ്ങൾക്കൂടെ പ്രശ്നമില്ല സാർ. കാരണം BJP എതിർക്കുന്ന രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ CPIM ഇടതുപക്ഷ കക്ഷികളുമാണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം സാർ. ഞാൻ ചോദിക്കട്ടെ, നേമത്ത് ഈ കേരള നിയമസഭയിലേക്ക് ആദ്യമായിട്ട് BJP-യുടെ ഒരു പ്രതിനിധി കടന്നു വന്നു സാർ. എങ്ങനെയാ വന്നത്
CPM സഹായിച്ചിട്ടാണോ? അവിടെ UDF കിട്ടേണ്ട വോട്ട് എത്രയാ? ഏതാണ്ട് 12,000 വോട്ടിലേക്ക് UDF വോട്ട് താഴ്ന്നു. ജയിച്ചത് താമര. അങ്ങനെയാണല്ലോ ശ്രീ O രാജഗോപാൽ ഈ കേരള നിയമസഭയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുക CPM സഹായിക്കുകയാണ് BJP എന്ന്. സാർ, അങ്ങനെയാണോ വസ്തുത? സാർ, ഇപ്പൊ തൃശ്ശൂരിൽ നിന്നും ഒരു MP നമ്മുടെ ലോക്സഭയിലേക്ക് പോയല്ലോ. എവിടെ പോയി UDF 83,000 വോട്ട്? എവിടെയെല്ലാം BJP ജയിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF സഹായം കൊണ്ടാണ് ഈ കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം BJPക്ക് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ആ രാഷ്ട്രീയം നിങ്ങൾ മറന്നുപോകരുത്. സർ, നിർമ്മല സീതാരാമൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു, സ്വീകരിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ് അവിടെ എന്താണ് നടന്നതെന്ന് പറയണമെന്ന്. കേരളത്തിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പറയും. സ്വാഭാവികമല്ലേ സർ? സർ, കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP എന്ത് പങ്കാ വഹിക്കുന്നു സർ? നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഷെയർ ഏതാണ്ട് 1.92% വെട്ടിക്കുറച്ചു. പ്രതിഷേധമുണ്ടോ സർ? നമ്മുടെ മറ്റു പദ്ധതികളുടെ സ്കീം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് സർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിഹിതം 50%, 40%, 30% വെട്ടിക്കുറയ്ക്കുന്നു. പ്രതികരിക്കാൻ ഈ UDF MP തയ്യാറാവുന്നുണ്ടോ സർ? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിന്ന് പട നയിച്ച് ഈ കേരളത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ആ അസ്വസ്ഥത നിങ്ങൾക്ക് എല്ലാ കാലവും ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സർ. സർ, പട്ടികജാതി ഫണ്ട് നമ്മളങ്ങ് വെട്ടിക്കുറച്ചെന്നാണ് പറയുന്നത്. ഏതാണ്ട് 2,980 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. സർ, 10,663 കുടുംബങ്ങൾക്ക് നമ്മൾ ഈ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങി നൽകി. ഏതാണ്ട് 770 കോടി രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട്. സർ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 59,994 പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഈ ഫണ്ടിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് സർ. സർ, ഇവരാരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അടിസ്ഥാന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ്. അവരുടെ പിന്തുണ എല്ലാ കാലത്തും ഞങ്ങൾക്കുണ്ടാകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല സർ. സർ, ഇവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് പ്ലാൻ സൈസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ പണവും ഇപ്പോ ബഹുമാനപ്പെട്ട ധനമന്ത്രി അനുവദിച്ചു തരികയല്ലേ സർ? ഏത് മണ്ഡലങ്ങളിലാണ് സർ പണി നടക്കാതിരിക്കുന്നത്? ഈ മാർച്ച് മാസം 31-ന് മുമ്പ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തകൃതിയായിട്ട് പണി നടക്കുകയാണ്. ഏത് വാർഡിൽ ചെന്നാലും പണി നടക്കുകയാണ്. അവിടെ എല്ലാ റോഡുകളുടെ പണികൾ നടക്കുന്നു, പാലത്തിന്റെ പണികൾ നടക്കുന്നു, മറ്റ് പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടക്കുന്നു. ഇത് പണം കൊടുക്കാത്തതുകൊണ്ടാണ് സർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള വിഹിതം വിവിധ ഗഡുക്കളായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് സർ. സർ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത പ്രശ്നമൊന്നല്ലോ സർ. UDF ഞാൻ ചോദിക്കുക, ബ്രാൻഡിങ്ങിന് നിങ്ങൾ അനുകൂലിക്കുകയാണോ? ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ എംബ്ലം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ എംബ്ലം വെക്കുന്നതടക്കമുള്ള ബ്രാൻഡിംഗ് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് തരില്ല എന്ന് പറയുമ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാൻ നിങ്ങളുടെ MP കഴിയുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാത്ത നിങ്ങളാണ് ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാറ്, BJPക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ തന്നെയാണ് സാർ. സാർ, ആ രാഷ്ട്രീയം ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് UDF അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. സാർ, കഴിഞ്ഞ UDF ഭരണകാലം 2011-2016 സാർ, വീടിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ സാർ. സാർ, അന്ന് UDF എത്ര വീടാണ് സാർ കൊടുത്തത്? ആ 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 30,000-ൽ പരം വീടുകളാണ് ആ UDF ഭരണകാലത്ത് കൊടുത്തതെങ്കിൽ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് 4,10,000 വീടുകൾ ഈ പിണറായി ഗവൺമെന്റ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്ന് കൂടി കാണണം സാർ. ഒരു വീടിന് ഏതാണ്ട് 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുക. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂടി ചേർത്തുകൊണ്ട് 4,25,000 രൂപ കൊടുക്കുക. അപ്പൊ ഈ നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള സംഗതിയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ഇപ്പോൾ ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രയോറിറ്റി ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പമല്ല എന്നുള്ളൊരു കഥ അദ്ദേഹം മെനയുകയാണ് സാർ. അതിന് ഉപോത്ബലകമായിട്ട് ആശമാരുടെ സമരത്തെയും മറ്റും ഉയർത്തി കാണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ സാർ, ആശമാരുടെ കാര്യത്തിലടക്കം ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ട് നിലപാടാണുള്ളത്. അവിടെ കൂടുതലായിട്ടുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് തരണം എന്നുള്ളൊരു ഡിമാൻഡ് നമ്മൾ വെക്കുകയാണ്. ആ ആശമാരടക്കമുള്ള ഇത്തരം ലേബർമാരെ അവരെ ലേബർമാരായി അംഗീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവകാശം ഞങ്ങൾ ഉന്നയിക്കുകയാണ് സർ.
സർ അതിനൊപ്പം നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, LDF ഗവൺമെന്റ് പരമ്പരാഗത മേഖലയിൽ ഏതാണ്ട് 580 കോടി രൂപ ഇതിനോടകം ചെലവിട്ടുണ്ട്. ഖാദി 437 കോടി രൂപ, കയർ 1600 കോടി രൂപ, കരകൗശലം 47 കോടി രൂപ, ഇങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏതാണ്ട് 64,000 കോടി രൂപ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 8,400 കോടി രൂപ ഇതിനോടകം നമ്മൾ ചെലവിട്ടിരിക്കുകയാണ് സർ. അത് മാത്രമല്ല, PSC നിയമനങ്ങൾ ഏതാണ്ട് 2,27,800 നിയമനങ്ങൾ കഴിഞ്ഞ ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലത്ത് നടന്നിരിക്കുകയാണ് സർ. കഴിഞ്ഞ വർഷം 25 സംസ്ഥാനങ്ങളിൽ PSC വഴി നടന്നത് ഏതാണ്ട് 51,498 നിയമനങ്ങളാണ് സർ. ഇതില് 34,116 നിയമനവും കേരളത്തിലാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ കൂടി നേട്ടമാണ് സർ. കേരള PSC പ്രതിവർഷം 30,000-ൽ പരം നിയമനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നുകൂടി നമ്മൾ കാണണം. 2025 നവംബർ 1 കൂടി ഈ കേരളത്തിൽ ദാരിദ്ര്യം കൂടി ഇല്ലാതാകുന്ന ഒരു ശുഭമുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് സർ. അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം.